അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജബൽ പാഠമാണ്. പുതിയ അക്ഷരത്തെ ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുന്നു. ജീം അല്ലെങ്കിൽ ജീമുൻ എന്ന അക്ഷരത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ജബൽ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ അല്ലെങ്കിൽ പർവ്വതം, മല എന്നൊക്കെ നമ്മൾ പറയും. ആ ജബൽ പാഠത്തിലെ ജീമിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് എന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ജീമിൻ്റെ മഖ്റജാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നാവിൻ്റെ മധ്യവും അതോട് നേരിടുന്ന മേലെണ്ണാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ മധ്യഭാഗം, ഈ കാണുന്ന റോസ് കളറിലുള്ളതാണ് നാവ്. ഈ നാവിൻ്റെ മധ്യഭാഗം, ഇതിൻ്റെ മധ്യഭാഗമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ വായ തുറന്ന നാവിൻ്റെ മധ്യഭാഗം നമ്മുടെ മുൻപല്ലിൻ്റെ മുകൾ ഭാഗത്ത്, മുൻപല്ലിൻ്റെ ഈ ഭാഗത്തുള്ള അണ്ണാക്ക് ഉണ്ടോ, മേലെണ്ണാക്ക്, മുകളിലെ ഈ അണ്ണാക്ക്, ഇവിടെയാണ് നാവ് ടച്ച് ചെയ്യേണ്ടത്. നാവിൻ്റെ നടുഭാഗം, മധ്യഭാഗം എന്ന് പറഞ്ഞാൽ നടുഭാഗം ടച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ജ, ജ, ജു, ജി, ജുൻ, അജ്, ജ, ജു, ജി, ജുൻ, അജ്, ജ, ജു, ജി, ജുൻ, അജ്. പറഞ്ഞോക്കി. ജൻ, ജുൻ, ജിൻ, ജ, ജു, ജി. നാവിൻ നടുവിന് മേലെണ്ണാക്കിൽ ചേർത്തു പറഞ്ഞാൽ ജീമായി. ജമലുൻ, നജ്മുൻ, അജ്സാദുൻ, ജിസ്റുൻ, ബുർജുൻ, അജ്ദാദുൻ. ഈ വാക്കുകളിൽ നിന്നൊക്കെ ജീമിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ജീമ് ഉച്ചരിക്കേണ്ട രൂപങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജീമിൻ്റെ ഉച്ചാരണം നാവിൻ്റെ നടുഭാഗം അതിൻ്റെ തൊട്ട് മേലെണ്ണാക്കിലേക്ക്, മുകളിലെ അണ്ണാക്കിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് ജീം ഉച്ചരിക്കുക. ഈ ഭാഗം ഒന്ന് പൗസ് ചെയ്ത് ഒന്ന് ആവർത്തിച്ച് വായിച്ച് ക്ലിയർ ചെയ്യുക. നമുക്ക് പാഠത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. മതി. ജബൽ, 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 ജബലുൻ, 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 ജുബ്നുൻ, ജുബ്നുൻ, ജിസ്റുൻ, ജിസ്റുൻ, അജ്റുൻ, അജ്റുൻ, ജ, ജു, ജി, അജ്, ജ, ജു, ജി, സജ്. ജീമിൻ്റെ ഫത്ഹ, ലൊമ്മ, കെസ്റ, സുക്കൂൻ കൊടുത്ത നീട്ടാതെയുള്ള രൂപങ്ങളാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. ജ തുടക്കത്തിൽ, ജു തുടക്കത്തിൽ, ജി തുടക്കത്തിൽ, നടുവിൽ വരുന്ന ജി, ഒറ്റക്കുള്ള ജീം ഒക്കെ നമ്മൾ ഇതിലൂടെ പഠിക്കുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എൻ്റെ കൂടെ നിങ്ങളും വായിക്കുക. ജ, ബ, ൽ, ജബൽ, 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 ജബലുൻ, 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 ജുബ്നുൻ, 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 ജിസ്റുൻ, 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 അജ്റുൻ, 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 ജ, ജു, ജി, അജ്, ജ, ജു, ജി, അജ്, ജ,
ജു ജി അജ് ജ ജു ജി സജ് ജ ജു ജി സജ് ജ ജു ജി സജ് ജീം ജീം. ഇനി ചുവന്ന കടൽ കൊടുത്തത് മാത്രം ജ ജ ജു ജി ജ് ജ ജു ജി ജ് ജ ജു ജി ജി. ഇതാണ് ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇനി ജീം എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് അതെ, ഇടത്ത് നിന്ന് നമ്മുടെ ഇടതുഭാഗം തന്നെയാണല്ലോ അത്. ഇടതുഭാഗത്ത് നിന്ന് വലത്തോട്ടേക്ക് വര വരക്കുന്നു. ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വര വരക്കുന്നു. പിന്നെ ഈ വലത് നിന്ന് ഒന്നുകൂടി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇങ്ങനെ വരുന്നു. എന്നിട്ടോ ഇങ്ങനെ അടിയിലേക്ക് അർദ്ധവൃത്തം വരക്കുന്നു. ഒന്നുകൂടി പറയാം. ആദ്യം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വരക്കുന്നു. പിന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് പകുതി വരുന്നു. ആ പകുതി ഇവിടെ എത്തുന്നു. എന്നിട്ട് അർദ്ധവൃത്തം, ഒരു പകുതി വൃത്തം നമ്മൾ പൂർത്തീകരിക്കുന്നു. ഒന്നുകൂടി പറയാം. ആദ്യം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വര വരക്കുന്നു. എന്നിട്ടോ വീണ്ടും വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഫുള്ളാകൂല, പകുതിയിൽ നിന്ന് ഒരു വൃത്തം വരക്കുന്നു. ഈ വൃത്തം വരച്ചിട്ട് ഇതിൻ്റെ അവസാന ഭാഗം ഒന്നങ്ങ് നീട്ടി അങ്ങിടുന്നു. എന്നിട്ട് നടുവിലൊരു പുള്ളി കൊടുക്കുന്നു. ഇതാണ് ജീമിൻ്റെ എഴുത്ത് രൂപം. ഇത് നമ്മൾ പാട്ടിലൂടെ നമുക്കൊന്ന് പാടി നോക്കിയാലോ? എല്ലാവരും കേൾക്കണം. ഇവിടെ ജീം എഴുതുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഇടത്ത് നിന്ന് വലത്തോട്ട് വര വരച്ചു ജാസിമ. ഇടത്ത് നിന്ന് വലത്തോട്ട് വര വരച്ചു ജാസിമ. പിന്നെ പകുതി വട്ടവും വരച്ചു ചേർത്തു ജാസിമ. പിന്നെ പകുതി വട്ടവും വരച്ചു ചേർത്തു ജാസിമ. അന്ത്യഭാഗ മൽപ്പമങ്ങ് നീട്ടിവിട്ടു ജാസിമ. അന്ത്യഭാഗമൽപ്പമങ്ങ് നീട്ടിവിട്ടു ജാസിമ. പിന്നെ താഴെ ഭംഗിയുള്ള പുള്ളിയിട്ടു ജാസിമ. പിന്നെ താഴെ ഭംഗിയുള്ള പുള്ളിയിട്ടു ജാസിമ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു. ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വര വരക്കുന്നു. ആ വര ഒന്നുകൂടിയും തിരിച്ച് ഇടത്തോട്ടേക്ക് തന്നെ കൊണ്ടുവരുന്നു. പകുതി എത്തുമ്പോൾ അർദ്ധവൃത്തം വരക്കുന്നു. ആ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ പകുതി വൃത്തം വരക്കുന്നു. അതിൻ്റെ അവസാന ഭാഗം അങ്ങ് നീട്ടിയങ്ങിടുന്നു. എന്നിട്ട് നടുവിൽ ഒരു പുള്ളി കൊടുക്കുന്നു. ഇങ്ങനെയാണ് ജീം എഴുതുക. 1 2 3 4 പിന്നെ ഇവിടെ ഒരു പുള്ളി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഉസ്താദ് ക്ലാസ്സിൽ ബോർഡിൽ കാണിച്ചു തരുന്നു. അതേ രൂപത്തിൽ നിങ്ങളും എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ ജീമിൻ്റെ പാഠത്തിലൂടെ അല്ലെങ്കിൽ ജബല് പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ജ ജു ജി അജ്. ജീമിൻ്റെ ഫതഹ ലമ്മ കസ്റ സുക്കൂൻ കൊടുത്ത രൂപങ്ങളും ജീമിൻ്റെ എഴുത്തു രൂപങ്ങളും ജീമിൻ്റെ ഉച്ചാരണവും നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചു. എല്ലാവരും ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക. നഖറ, നമുക്ക് വായിക്കാം. ജിബ്തു ജിഅ്തു തജിബു ഉജിബ്തു. ഒന്നുകൂടി വായിക്കുന്നു. ജിബ്തുൻ 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 ജിഅ്തു 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 തജീബു
തജിബു 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 ഉജിബ്തു 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 ഉജിബ്തു. ഇതിൽ ഓരോ അക്ഷരം നമ്മൾ പഠിച്ചതാണ്. ജീം ഇപ്പോൾ നമ്മൾ പഠിച്ചു, ബ നമ്മൾ ബദർപാഠത്തിൽ പഠിച്ചു, ത ചമ്രപാഠത്തിൽ പഠിച്ചു, ജിത്തു എന്നതിലെ എന്ന് നമ്മൾ ലുഅ്ലു പാഠത്തിലൂടെ പഠിച്ചു, തെജീബൂലെ ത ബ, ഉജിബ്തൂലെ എന്നൊക്കെ നമ്മൾ ഉദിന് പാഠത്തിലൂടെയൊക്കെ പഠിച്ചു. ഓരോ അക്ഷരവും മുൻകഴിഞ്ഞ പാഠത്തിലൂടെ പഠിച്ചത് മാത്രമാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ വായിക്കാൻ കിട്ടും. ഈ ലൊമ്മ തൻവീനൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓരോ ചിഹ്നങ്ങളും ഹറക്കത്തുകളും നമ്മൾ പഠിച്ചത് മാത്രമാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് ചിന്തിച്ച് വളരെ സാവധാനം വായിക്കാൻ ശ്രദ്ധിക്കുക. നക്തുബു നമുക്ക് എഴുതാം. അജബ്തു 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 അജബ്തു. തജീബു 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 തജീബു. ആജജ ആജജ ആജജ. താജുൻ 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 താജുൻ. ഇതിലുള്ളതും നമ്മൾ നേരത്തെ പഠിച്ചത് മാത്രമാണ്. ആദ്യം വായിക്കുക, പിന്നീട് അടിയിൽ നിന്ന് മുകളിലോട്ട് ഭംഗിയായി എഴുതാൻ ശ്രമിക്കുക. അജബ്തു തജിബു ആജജ താജുൻ. ഇതിൽ വരക്ക് താഴെ വരുന്നത് ഇവിടെ ജീമിൻ്റെയും ബായിൻ്റെയും പുള്ളിയും, ഇവിടെ ജീമിൻ്റെ പുള്ളി കസ്റ, ഇവിടെ ജീമിൻ്റെ പുള്ളി, ഇവിടെ ജീമിൻ്റെ ബാക്കി ഭാഗം. ശ്രദ്ധിക്കേണ്ട കാര്യം, ജീം എഴുതുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീമിൻ്റെ പകുതി കാൽ ഭാഗം ഈ തലയും അല്പം അർദ്ധവൃത്തത്തിൻ്റെ അല്പഭാഗവും വരിക്ക് മുകളിൽ, ബാക്കി മൊത്തവും പുള്ളിയുമൊക്കെ വരിക്ക് താഴെയാണ് വരിക. ഇവിടെയും അങ്ങനെ തന്നെ. ഓക്കെ, ഒറ്റയ്ക്ക് എഴുതുമ്പോഴുള്ള ജീമും അവസാനം വരുന്ന ജീമും ഒക്കെ ഇങ്ങനെയാണ്. നടുവിലും തുടക്കത്തിലും വരുന്ന ജീമ് മാത്രമാണ് വരിയിലുണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നക്തഷിഫു ജ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ജീമിനെ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ ജീമിനെ നമുക്ക് തിരഞ്ഞെടുത്ത് മനസ്സിലാക്കാം. സതജിദൂന ഫവജദ്നാഹ അജ്റുൻ കരീം വ ഇന്ന ജുന്ദന. ഇവിടെ ഉസ്താദ് ചതുരം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചതുരമോ പേന കൊണ്ടല്ല പെൻസിൽ കൊണ്ട് വരക്കുകയോ ചെയ്യുക ജീമിനെ മനസ്സിലാക്കാൻ. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. കണ്ടോ, ഇവിടെ 1, ഇവിടെ 2, 3, 4. ഇതാണ് ജീമ്. അതിനെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. നഖ്റഉ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം. ജിഅത 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 ജിഅത. ആബാഇ 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 ആബാഇ. തൂബു 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 തൂബു. ജിഅത ആബാഇ തൂബു. ഇത്രയും കാര്യങ്ങളാണ് ജബൽ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.